ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ നസീർ ഖാൻ, തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യനും നിയോനറ്റോളജിസ്റ്റുമാണ്. കുറേ വർഷങ്ങളായുള്ള ശിശുരോഗ പരിപാലനത്തിൽ എൻ്റെ അനുഭവ സമ്പത്ത് വെച്ചുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. ഓ മൈ കിഡ് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. OH മൈ കിഡ്. ഞാൻ ഈ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് മുതൽ പ്രസവിച്ച് വളർന്ന് കൗമാരപ്രായം വരെ എത്തുമ്പോഴുള്ള വിവിധ ഘട്ടങ്ങൾ പടിപടിയായി കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങൾ എന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 1000 ദിനങ്ങളാണ്. ദി ഗോൾഡൻ 1000 ഡേയ്സ്. ഈ 1000 ഡേയ്സ് എന്ന് പറയുമ്പോഴും ഒരു അമ്മ ഗർഭം ധരിക്കുന്ന ദിവസം മുതൽ രണ്ടാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരെയുള്ള 1000 ഡേയ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കാലയളവിൽ ഒരു കുഞ്ഞിന് വളരെ റാപ്പിഡായിട്ടുള്ള ശാരീരിക വളർച്ചയാണ് ഉണ്ടാകുന്നത്. മാനസിക വളർച്ചയും ബുദ്ധി വളർച്ചയും ബ്രെയിനിൻ്റെ വളർച്ചയും കുഞ്ഞിൻ്റെ വൈകാരികതയൊക്കെ ഈ ഒരു 1000 ദിനങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം സുവർണ ദിനങ്ങളാണ് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഈ 1000 ദിവസങ്ങൾ. സാധാരണഗതിയിൽ ഒരു യുവാവും യുവതിയും വിവാഹിതരാകുന്നു. കാലക്രമേണ അവർ പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആക്സിഡൻ്റലായിട്ടോ ആ യുവതി ഗർഭം ധരിക്കുന്നു. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവരോടും ആ സന്തോഷം പങ്കുവയ്ക്കുന്നു. എല്ലാവരും ദൈവത്തിനോട് നന്ദി പറയുന്നു. അപ്പോൾ അവരിൽ ആരെങ്കിലുമൊക്കെ എന്നാൽ ഇനി നമുക്ക് ഗർഭരക്ഷ തുടങ്ങണം, എത്രയും പെട്ടെന്ന് ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം. ഇതാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ നടന്നു വരുന്ന ഒരു രീതി. എന്നാൽ ഇങ്ങനെയാണോ വേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഒരു നല്ല കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല ഗർഭം ഉണ്ടാകണം. അതിന് ഗർഭം ആഗ്രഹിക്കുന്നതിന് 3 മാസം മുമ്പെങ്കിലും അതിനുള്ള ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പ് ഈ വധൂവരന്മാർ നടത്തണം. അതായത് 3 മാസം മുമ്പ് തന്നെ രണ്ടുപേരും ഒരു മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അവർക്ക് ശാരീരികമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കണം. പ്രത്യേകിച്ചും പകരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ലൈംഗികപരമായി പകരുന്ന രോഗങ്ങൾ ഇവയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ചികിത്സിക്കണം. സിഫിലിസിൻ്റെ ടെസ്റ്റ്, HIV ടെസ്റ്റ് തുടങ്ങിയവയൊക്കെ ചെയ്യണം. പിന്നീട് മെയിൻലി ബ്ലഡ് പ്രഷർ, ഡയബറ്റിസ്, ആസ്മ, അനീമിയ, തൈറോയിഡിൻ്റെ രോഗങ്ങൾ, തൈറോയ്ഡ് ഹോർമോൺ കൂടുതൽ ഉള്ളതുകൊണ്ടുള്ള രോഗങ്ങളോ കുറവ് ആയതുകൊണ്ടുള്ള രോഗങ്ങളോ ഇതൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കണം. എസ്പെഷ്യലി ഈ അമ്മയ്ക്ക്. കാരണം ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൺട്രോൾ ആക്കിയില്ലെന്നുണ്ടെങ്കിൽ അത് ഗർഭധാരണത്തെ തന്നെ ബാധിച്ചേക്കാം. അഥവാ ഗർഭം ധരിച്ചാൽ തന്നെ ഒരുപക്ഷെ ഗർഭം അലസിപ്പോകാം. അല്ലെങ്കിൽ കുഞ്ഞിന് പല ശരീര അവയവങ്ങൾക്കും ഘടനകൾക്ക് വ്യത്യാസം വരാം. ഹൃദയത്തെ ബാധിക്കാം. അപ്പോൾ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് നമ്മൾ മരുന്നൊക്കെ കഴിച്ച് അത് വരുതിയിലാക്കണം. അതുപോലെ അനീമിയ, രക്തപരിശോധന നടത്തുമ്പോൾ ഹീമോഗ്ലോബിൻ 12 ഗ്രാമിന് താഴെയാണെങ്കിൽ ഇരുമ്പ് സത്തടങ്ങിയ മരുന്നുകളൊക്കെ കഴിച്ച് നല്ല പച്ചക്കറികളും ഇലകളും കഴിച്ച് ഹീമോഗ്ലോബിൻ്റെ ലെവൽ കൂട്ടി കൊണ്ടുവരണം. പിന്നീട് തൈറോയ്ഡ് രോഗങ്ങൾ, തൈറോയ്ഡ്, ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചികിത്സിച്ചൊരു വരുതിയിലാക്കിയെങ്കിലേ ഒരു നല്ല ഗർഭധാരണം ഉണ്ടാവുകയും അത് തുടർന്നു കൊണ്ടുപോകുവാനും കഴിയുകയുള്ളൂ. പിന്നെ അമ്മയിൽ തന്നെ PCOD, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹോർമോൺ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടെങ്കിലും ഗർഭധാരണം വൈകിയേക്കാം. അതിനുള്ള ചികിത്സകളൊക്കെ തേടണം. അമ്മയ്ക്ക് ആസ്മ ഉണ്ടെങ്കിൽ ആസ്മയൊക്കെ നല്ല കൺട്രോൾ ചെയ്ത് ബ്ലഡിലെ ഓക്സിജൻ ലെവലൊക്കെ നോർമലാക്കി നിർത്താൻ ശ്രമിക്കണം. പിന്നെ ചില കുടുംബങ്ങളിൽ തലമുറകളായി പകർന്നു വരുന്ന ചില രോഗങ്ങളുണ്ടാകാം. അത് ഈ പുരുഷൻ്റെ കുടുംബത്തിലോ സ്ത്രീയുടെ കുടുംബത്തിലോ ആകാം.
അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടറിനോട് പറഞ്ഞതിന് ശേഷം അതിന് എന്തെങ്കിലും പ്രതിവിധി നേടണം. ഒരുപക്ഷെ ഒരു ജനിതക രോഗം ചികിത്സിക്കുന്ന ജനറ്റിസിസ്റ്റിനെയൊക്കെ കണ്ട് ഡിസ്കസ് ചെയ്യുകയോ പ്രതിവിധികളൊക്കെ എടുക്കേണ്ടി വരികയോ ചെയ്യും. അങ്ങനെ തലമുറകളായിട്ട് വരുന്ന രോഗങ്ങൾ ഉണ്ടെങ്കിൽ. അപ്പോൾ പ്രത്യേകിച്ചും ഈ സ്ത്രീയിൽ ഉള്ള രോഗങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതൊരു കൺട്രോളാക്കി നിർത്തിയെങ്കിൽ ഒരു നല്ല ഗർഭധാരണം നടക്കുകയോ ആ ഗർഭം മുമ്പോട്ട് കൊണ്ടുപോകാനേ കഴിയുകയുള്ളൂ. ചിലപ്പോൾ ചില പ്രസവങ്ങളിലൊക്കെ ചില കുട്ടികൾ വലിയ തലയോടുകൂടി തലച്ചോറിൽ നീർക്കെട്ടോടി വെള്ളം കെട്ടിക്കിടക്കുന്ന കണ്ടീഷനോടുകൂടി ജനിക്കാറുണ്ട്. കൺജനിറ്റൽ ഹൈഡ്രോസെഫാലസ് എന്ന് പറയും. അതോടുകൂടി ഒപ്പം തന്നെ നട്ടെല്ലിൻ്റെ പല ഭാഗങ്ങളിലും വിടവുകൾ വന്നിട്ട് അതുവഴി സുഷ്മനാ നാഡി അല്ലെങ്കിൽ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ അതിൻ്റെ കവചങ്ങൾ മെനിഞ്ചസ് ഒക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചില കണ്ടീഷനുണ്ട്. അത് പല ഗുരുതരമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കാം. കാലിൻ്റെ പാദത്തിന് വളമുണ്ടാക്കാം. ഒരു പക്ഷേ കുഞ്ഞിന് നടക്കാൻ കഴിയാതെ പോകാം. മലദ്വാരത്തിൻ്റെ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് കുഞ്ഞിനെ അറിയാതെ മലം പോകാം. ഒരു പക്ഷേ മൂത്രം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വരാം. പല സർജറികളും ചെയ്യേണ്ടി വരും. ഇതിന് പൊതുവെ അറിയപ്പെടുന്നത് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്നാണ്. ഈ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് വരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഒരു വൈറ്റമിൻ്റെ അഭാവമാണ്. അതായത് അമ്മയിൽ കാണുന്ന ഒരു വൈറ്റമിൻ്റെ അഭാവം. വേറെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ ഏകദേശം ഗർഭധാരണത്തിന് 3 മാസം മുമ്പ് തന്നെ കഴിച്ചു തുടങ്ങണം. അത് ഗർഭം ധരിച്ച് 3 മാസം വീണ്ടും തുടരുകയും വേണം. അപ്പോൾ ഈ ഫോളിക് ആസിഡ് ഒന്നും കഴിക്കാതെ ഗർഭം ധരിക്കുമ്പോൾ പല കുട്ടികൾക്കും ഇങ്ങനെയുള്ള ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് വരാം. വളരെ സിമ്പിളായിട്ട് ഒഴിവാക്കാവുന്ന കാര്യമാണ്. പിന്നെ ഒരു പക്ഷേ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടായിരിക്കാം ഒരു ഗർഭം ഉണ്ടാകുന്നത്. പക്ഷേ വളരെ ആക്സിഡൻ്റലായിട്ടും ഇതൊക്കെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിക്ക് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് വരാതിരിക്കുവാനായി ചെയ്യാവുന്ന ഒരു മാർഗമുണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മറ്റ് പ്രൊട്ടക്ഷനൊന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മ ദിവസവും ഫോളിക് ആസിഡിൻ്റെ ഒരു ഗുളിക കഴിച്ചിരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അറിയാതെ പെട്ടെന്നുള്ള ഗർഭധാരണങ്ങളോ വല്ലതും വരുവാണെങ്കിലോ അല്ലെങ്കിൽ ഒരു നോർമലായിട്ട് ഗർഭധാരണം വരുവാണെങ്കിലോ ഈ ഫോളിക് ആസിഡ് കഴിക്കുന്നതുകൊണ്ട് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ ചില ഹൃദ്രോഗം ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം അതിനൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കുന്ന ഡോക്ടറോട് ഞങ്ങളിങ്ങനെ ഒരു ഗർഭത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഗർഭകാലത്ത് കഴിക്കാവുന്ന രീതിയിലുള്ള മരുന്നുകളാക്കി അത് മാറ്റണം. എപ്പിലെപ്സിക്കും മറ്റും കഴിക്കുന്ന ചില മരുന്നുകൾ നേരത്തെ പറഞ്ഞ പോലുള്ള ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടാക്കാം, ഹാർട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അത് നേരത്തെ ഡോക്ടറിനെ അറിയിച്ച് ഇപ്പോൾ കഴിക്കുന്ന മരുന്ന് മാറ്റി ഗർഭകാലത്തേക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള മരുന്നുകളാക്കി മാറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വേണ്ടത് ചെയ്യണം. പിന്നീട് പോഷക ആഹാരം. ഈ 3 മാസവും നല്ല രീതിയിലുള്ള പോഷകാഹാരവും നല്ല എക്സസൈസും ഒക്കെ അമ്മയ്ക്ക് വേണം. പ്രധാനമായും 3 മെയിൻ മീൽസ്, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. പിന്നെ ഇതിനിടയ്ക്ക് രാവിലെയും വൈകിട്ടും ഇതിനിടയ്ക്കായിട്ട് 2 ലഘുഭക്ഷണങ്ങൾ. അത് കഴിവതും വീട്ടിലുണ്ടാക്കുന്ന ഫ്രഷായിട്ടുള്ള ലഘുഭക്ഷണങ്ങളായിരിക്കും കഴിക്കുന്നത് നല്ലത്. കഴിവതും ബേക്കറി സാധനങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല. പച്ചക്കറികൾ, വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ഈ ലഘുഭക്ഷണമായിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ കഴിക്കാം. ദിവസം ഒരു 3 പ്രാവശ്യമെങ്കിലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുന്നത് നല്ലതാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും വളരെയധികം ന്യൂട്രീഷ്യസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എണ്ണത്തിൽ കഴിക്കാൻ പറ്റിയ നല്ല വൈറ്റമിൻസും മിനറൽസും സിങ്ക്, സെലീനിയം ഒക്കെ അടങ്ങിയ വൈറ്റമിൻസ് അടങ്ങിയ നട്ട്സ് എന്ന് പറയുന്നത് കശുവണ്ടി പരിപ്പ് നല്ലതാണ്, ബദാം പരിപ്പ് നല്ലതാണ്, വാൾനട്ട് നല്ലതാണ്, നിലക്കടല, പിസ്ത തുടങ്ങിയ പരിപ്പുകളെല്ലാം കഴിവതും ഒരു 30 ഗ്രാമോളം ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ആഹാരകാര്യത്തിൽ ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അരി, ബ്രൗൺ റൈസ്, അതായത് തവിട് നീക്കാത്ത അരി, ഗോതമ്പ്, അത് പൊടിച്ച ഗോതമ്പാണെങ്കിൽ
ഹോൾ വീറ്റ് ഗോതമ്പ് വേണം. ഈ ഗോതമ്പ് റിഫൈൻ ചെയ്തെടുക്കുന്ന മൈദ കൊണ്ടുള്ള ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കണം. അതായത് വൈറ്റ് ബ്രെഡ്, ചില ബിസ്ക്കറ്റ്സുകളൊക്കെ മൈദ കൊണ്ടുണ്ടാക്കുന്നതാണ്, അത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ചോളം കഴിക്കാം. പിന്നെ മില്ലറ്റ്സിൻ്റെ കൂട്ടത്തിൽ ചെറുധാന്യങ്ങളുടെ കൂട്ടത്തിൽ റാഗി, പഞ്ഞപ്പുല്ല് അഥവാ കൂവര് എന്ന് അറിയപ്പെടുന്ന റാഗിയിലൊക്കെ ധാരാളം അയണും മിനറൽസും ഒക്കെ ധാരാളമുള്ളതാണ്. മലബന്ധം ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് മലബന്ധം ഒഴിവാക്കി കിട്ടും. ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടതാണ്. പ്രോട്ടീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് പാല്, അല്ലെങ്കിൽ 1 ഗ്ലാസ് പാല്, കുറച്ച് തൈര്, അതുമല്ലെങ്കിൽ പനീർ, ഇതൊക്കെ ദിവസവും കഴിക്കേണ്ടതാണ്. പുഴുങ്ങിയ മുട്ട, വേവിക്കാത്ത മുട്ട ഒരിക്കലും കഴിക്കരുത്. പുഴുങ്ങിയ മുട്ട, ദെൻ മീന്, നല്ലവണ്ണം വേവിച്ച ഇറച്ചി. നമ്മൾ ചില ഹോട്ടൽസൊക്കെ പോയി കഴിഞ്ഞാൽ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഇറച്ചിയൊക്കെ കിട്ടുന്ന, അതിൽ നിന്നും പല പാരസൈറ്റിക് രോഗങ്ങളും പകരാൻ സാധ്യതയുണ്ട്. ഫുള്ളി കുക്ക്ഡ്, നല്ലപോലെ വേവിച്ച ഇറച്ചിയും മറ്റും കഴിക്കാം. വെജിറ്റബിൾസിൻ്റെ കാര്യത്തിൽ ലീഫി വെജിറ്റബിൾസ്, നല്ല പച്ച നിറമുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പൊട്ടറ്റോ, തക്കാളി, ബീട്രൂട്ട്, ബീൻസ്, കത്തിരിക്ക, ബ്രിഞ്ചോൾ, ദെൻ ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്ക തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. നല്ല കളറുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസിലും കൂടുതൽ ന്യൂട്രീഷൻ കാണും. അതൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ, ഓരോരോ കാലാവസ്ഥയിൽ ലഭിക്കുന്ന ഫ്രൂട്ട്സുകളൊക്കെ ആവാം. പിന്നെ കഴിവതും ദിവസം ഒരു 10-12 ഗ്ലാസ് വെള്ളം കുടിക്കണം. ഫാറ്റ് കഴിവതും വെജിറ്റബിൾ ഓയിലും മറ്റും ഉപയോഗിക്കുന്നതാണ് നല്ലത്. ജങ്ക് ഫുഡ് കഴിവതും ഒഴിവാക്കണം. പുറത്ത് പോയി കഴിക്കുന്ന ജങ്ക് ഫുഡ് കഴിവതും ഒഴിവാക്കണം. അതിലൊക്കെ ഹൈ ലെവൽ ഓഫ് കൊളസ്ട്രോളും ഹൈ ലെവൽ ഓഫ് ഷുഗറും വളരെയധികം ഉയർന്ന രീതിയിലുള്ള സോഡിയവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ശരീരത്തിന് ദോഷം ചെയ്യും. അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കോള പോലെയുള്ളവ, അതിനകത്തൊക്കെ വളരെയധികം ഷുഗർ കൂടുതലാണ്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒന്നും കഴിവതും കഴിക്കരുത്. നല്ല ഫ്രഷ് ജ്യൂസ്, അത് വീട്ടിലുണ്ടാക്കുന്ന ഫ്രഷ് ജ്യൂസ്, മറ്റ് കളറിങ് ഏജൻസും ഫ്ലേവറിങ് ഏജൻസും ഒന്നും ചേർക്കാത്ത ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് എപ്പോഴും ഉത്തമം. അപ്പോൾ ഏതാണ്ട് ഈ ഒരു 3 മാസ കാലയളവിൽ നല്ല എക്സസൈസ്, ഈ പറഞ്ഞ പോഷകാഹാര രീതികൾ, എന്തെങ്കിലുമൊക്കെ അസുഖമുണ്ടെങ്കിൽ അതൊക്കെ ചികിത്സിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് നല്ല ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാൻ കഴിയും. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ ഈ ഗർഭത്തിന് മുമ്പുള്ള 3 മാസം ചെയ്യേണ്ട മറ്റ് പല കാര്യങ്ങളും ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നും ഞാൻ ഇനി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് സൗജന്യമായി കാണാൻ കഴിയുന്നതാണ്. ബെൽ ബട്ടൺ അമർത്തിയാൽ ഓരോ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിനുള്ള ഇൻഫർമേഷനും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ഹാപ്പി പേരൻറ്റിംഗ്.